നമ്മൾ മോഡ്യൂൾ 3ലേക്ക് കിടക്കുകയാണ്. മോഡ്യൂൾ 3ൽ സെറ്റ് തിയറി ആൻഡ് തിയറി ഓഫ് പ്രോബബിലിറ്റി. സാധാരണയായിട്ട് സെറ്റ് തിയറി അതുപോലെ തിയറി ഓഫ് പ്രോബബിലിറ്റി നമ്മൾ ഉപയോഗിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് അതുപോലെ മാത്തമാറ്റിക്കൽ ടെക്നിക്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഈ മോഡ്യൂളിൽ മെയിനായിട്ട് പറയുന്നത്. സെറ്റ് തിയറി, അതിൻ്റെ ഉപയോഗം എന്താണ്. അപ്പോൾ ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് സെറ്റ് എന്ന് പറയുന്നത് ശരിക്കും പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ എ ഗ്രൂപ്പ് ഓർ ക്ലാസ്. വിവിധതരം ഡാറ്റകളെ നമ്മൾ ഗ്രൂപ്പായിട്ടോ ക്ലാസ്സായിട്ടോ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സെറ്റ് എ, സെറ്റ് ബി, സെറ്റ് സി എന്നൊക്കെ പറയുന്നത് പ്രത്യേകപരമായിട്ടുള്ള ഡാറ്റ. ഇപ്പോൾ നമ്മൾ ഈവൺ നമ്പേഴ്സ്, ഇരട്ട സംഖ്യകളുടെ ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ ഒരു ഗ്രൂപ്പ്, ഇംഗ്ലീഷിൽ ലെറ്റേഴ്സ്, വോവൽസ്, അല്ലെങ്കിൽ കൺസോണൻസ്, അങ്ങനെ ഓരോ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ നമ്മൾ ഓരോ ക്ലാസ് അല്ലെങ്കിൽ ഓരോ സെറ്റായിട്ട് റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റ ഇൻ ഗ്രൂപ്പ്സ് ഓർ ക്ലാസ്സസ്. ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ തിയറി ഓഫ് പ്രോബബിലിറ്റി. നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൽ സെറ്റ് തിയറി നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രോബബിലിറ്റിയിലാണ് മെയിനായിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞു വെച്ചിട്ട് പ്രോബബിലിറ്റി തിയറിയിൽ ഈ സെറ്റ് തിയറി എന്താണ് ആപ്ലിക്കേഷൻ വരുന്നത്, ആ സെറ്റ് തിയറിയുടെ ഏതെല്ലാം ടെക്നിക്സ് അല്ലെങ്കിൽ ടൂളാണ് നമ്മൾ പ്രോബബിലിറ്റി തിയറിയിൽ അപ്ലൈ ചെയ്യുന്നത്. അതായിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. അഡീഷൻ ഓഫ് സെറ്റ്സ്, രണ്ട് സെറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുക. സബ്ട്രാക്ഷൻ ഓഫ് സെറ്റ്സ്, രണ്ട് ഗ്രൂപ്പുകളുടെ രണ്ട് സെറ്റ് ഓഫ് എലമെൻസിൻ്റെ സബ്ട്രാക്ഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെറ്റ്സ് എന്ന് വെച്ചാൽ രണ്ട് സെറ്റുകളുടെ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഡാറ്റ, രണ്ടോ അല്ലെങ്കിൽ അത് കൂടുതലോ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയുടെ മൾട്ടിപ്ലിക്കേഷൻ. പിന്നെ അതിൻ്റെ സെറ്റുകളിൽ തന്നെ ജോയിൻറ്റ് സെറ്റ്സ് എന്ന് വെച്ചാൽ രണ്ട് ഗ്രൂപ്പിലോ മൂന്ന് ഗ്രൂപ്പിലോ കോമൺ ആയിട്ട് അല്ലെങ്കിൽ അതിനെ എന്താ പറയുക കൂട്ടിച്ചേർത്ത് എഴുതുന്ന സെറ്റിനെയാണ് ജോയിൻറ്റ് സെറ്റ് എന്ന് പറയാം. ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് വെച്ചാൽ വെവ്വേറെ ഗ്രൂപ്പുകളുടെ എലമെൻറ്റിൽ പ്രത്യേകിച്ച് കോമൺ ആയിട്ടുള്ളതൊന്നും വരുന്നില്ല, ഡിസ്ജോയിൻറ്റ് സെറ്റ് എന്ന് പറയും. യൂണിയൻ ഓഫ് സെറ്റ്സ്, എല്ലാ സെറ്റിലും എല്ലാ ഗ്രൂപ്പിലെയും ഡാറ്റാസ് ഒരുമിച്ച് ഒറ്റ സെറ്റാക്കി ഇടുന്നതാണ് യൂണിയൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ് എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ ഗ്രൂപ്പ് ഓഫ് സെറ്റ്സിലെ കോമൺ ആയിട്ട് വരുന്ന എലമെൻസിനെ മാത്രം സെറ്റായിട്ട് വരുന്നതാണ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്. ഈ സെറ്റ് തിയറിയുടെ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് പ്രോബബിലിറ്റി തിയറിയിൽ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ മെയിനായിട്ട് തിയറി ഓഫ് പ്രോബബിലിറ്റിയാണ് ഇതിലെ ഫോക്കസിങ് പോയിന്റ്. തിയറി ഓഫ് പ്രോബബിലിറ്റിയിൽ നമ്മൾ സെറ്റ് തിയറി അപ്ലൈ ചെയ്യും. അടുത്ത തിയറി ഓഫ് പ്രോബബിലിറ്റിക്ക് കിടക്കുകയാണെങ്കിൽ പ്രോബബിലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം സംഭാവ്യത എന്നാണ്. പ്രോബബിലിറ്റിയെ സംബന്ധിച്ച് നമ്മൾ ഞാൻ പറയും. അപ്പോൾ എന്താണ് ഈ പ്രോബബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുള്ളതാണ് പോസിബിലിറ്റിയും പ്രോബബിലിറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ രണ്ടും ഒന്ന് തന്നെയാണോ? പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ സാധ്യത എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അഭിപ്രായം നമ്മൾ പറയുമ്പോൾ അത് സാധ്യതയെക്കുറിച്ച് പറയുന്നു. സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ മഞ്ഞ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന് റോഡ് ആക്സിഡൻറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു സംഭവത്തെക്കുറിച്ച് വ്യക്തിപരമായ ഒരു അഭിപ്രായം പറയുക മാത്രമാണ് സാധ്യത എന്ന് പറയുന്നത്. അതാണ് പോസിബിലിറ്റി. എന്നാൽ പോസിബിലിറ്റിയിൽ നിന്നും പ്രോബബിലിറ്റിയിലേക്ക് കിടക്കുമ്പോൾ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്ന് ചോദിച്ചാൽ സംഭാവ്യത എന്നാണ് പ്രോബബിലിറ്റിയുടെ മീനിങ്. എന്ന് വെച്ചാൽ പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ജനറലായിട്ട് പറഞ്ഞ ഒപ്പീനിയൻ നമ്മൾ ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ വ്യൂ വെച്ച് അത് പറയാം. ഇപ്പോൾ പറയുകയാണ് ഇന്ന് 70% മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നേരത്തെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ അഭിപ്രായത്തെ നമ്മളൊന്നുകൂടി മാത്തമാറ്റിക്കൽ വ്യൂ 70% മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മളൊക്കെ കേൾക്കുന്ന ആൾക്ക് കുറച്ചുകൂടി അതിൽ ആക്യുറേറ്റ് ഡിസിഷൻ, ആക്യുറേറ്റ് പ്രോബബിലിറ്റിയെ പോസിബിലിറ്റിയെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നു. മഴ പെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ പോസിബിലിറ്റിയുടെ ഒരു മാത്തമാറ്റിക്കൽ അപ്രോച്ചാണ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റിയെ അവർ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ അൺസർട്ടനിറ്റി ഓഫ് ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ് എന്നാണ് പ്രോബബിലിറ്റിയുടെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി പ്രോബബിലിറ്റിയെ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പ്രോബബിലിറ്റി ഈസ് എ ടെക്നിക് വിച്ച് ഈസ് എ ന്യൂമറിക്കൽ ഓർ മാത്തമാറ്റിക്കൽ പ്രസൻറ്റേഷൻ ഓർ അപ്രോച്ച് ടു പോസിബിലിറ്റി. പോസിബിലിറ്റിയെ നമുക്ക് മാത്തമാറ്റിക്കലോ ന്യൂമറിക്കലായിട്ടോ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അപ്രോച്ചാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. പ്രോബബിലിറ്റി മീൻസ് ദ അൺസർട്ടനിറ്റി ഓഫ് ഹാപ്പനിങ് ഓഫ് ആൻ ഇവൻറ്റ്. ഇറ്റ് ഈസ് എ മാത്തമാറ്റിക്കൽ അപ്രോച്ച്, മാത്തമാറ്റിക്കൽ വ്യൂ ഓഫ് പോസിബിലിറ്റി. ദെൻ അടുത്തത് നമുക്ക് പറയുന്നത് പ്രോബബിലിറ്റി തിയറിയുമായി ബന്ധപ്പെട്ട് പ്രോബബിലിറ്റിയിലെ കുറച്ച് ടേംസ് നമുക്ക് അതിൽ പരിചയപ്പെടാറുണ്ട്. തിയറി ഓഫ് പ്രോബബിലിറ്റിയിൽ വരുന്ന കുറച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ടേമുകൾ. ആദ്യം നമ്മൾ പറയുന്നത് അതിൽ ഈവൻറ്റ്, അതുപോലെ റാൻഡം എക്സ്പെരിമെൻറ്റ്,
സാമ്പിൾ പോയിന്റ്, സാമ്പിൾ സ്പേസ്. അപ്പോൾ പ്രോബിലിറ്റിയുടെ നമുക്ക് കുറച്ച് ടേംസ് ആയിട്ട് പരിചയപ്പെടാം. പ്രോബിലിറ്റിയിൽ വരുന്നത് ആദ്യം ഈവൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്രോബിലിറ്റി, ഒരു റാൻഡം എക്സ്പെരിമെൻറ്റ് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അതിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള ഔട്ട്കമ്മിനെയാണ് ഈവൻറ്റ് എന്ന് പറയുന്നത്. ഈച്ച് ആൻഡ് എവറി ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് ആൻ ഈവൻറ്റ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ വരുന്ന റാൻഡം എക്സ്പെരിമെൻറ്റ് എന്താണ്? സാധാരണ നമ്മൾ എക്സ്പെരിമെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പ്രതിഭാസത്തെ സംബന്ധിച്ച് ചെയ്യുന്ന ഒരു പരീക്ഷണം, എക്സ്പെരിമെൻറ്റ് നമ്മൾ വാക്കിനർത്ഥം പരീക്ഷണം. പക്ഷേ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? ഒരു എക്സ്പെരിമെൻറ്റിനെ നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയണമെങ്കിൽ അതിന് 3 സവിശേഷതകൾ ഉണ്ടായിരിക്കണം. എന്നാലാണ് ആ എക്സ്പെരിമെൻറ്റിനെ നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ 3 സവിശേഷത എന്തെല്ലാമാണെന്ന് നോക്കാം. റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ പറയുന്നത് an experiment which has more than one outcome. ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു ഔട്ട്കമ്മിനേക്കാൾ കൂടുതൽ അതിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കും. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഹെഡോ അല്ലെങ്കിൽ ടെയിലോ കിട്ടാനുള്ള സാധ്യത, അപ്പോൾ ഒന്നിൽ കൂടുതൽ ഔട്ട്കം ലഭിക്കാനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. ഇറ്റ് ഹാസ് മോർ ദാൻ വൺ ഔട്ട്കം. രണ്ടാമത്തെ ഒരു സവിശേഷതയായിട്ട് പറയുന്നത് ദ ഔട്ട്കം ഈസ് അൺപ്രഡിക്റ്റബിൾ. എന്ന് വെച്ചാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്കം ഏതാണെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. ഹെഡ് കിട്ടുമോ ടെയിൽ കിട്ടുമോ എന്നുള്ളത് അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. മാത്രമല്ല മൂന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് ദ എക്സ്പെരിമെൻറ്റ് ആർ ട്രയൽ റിപ്പീറ്റബിൾ ആണ്. ദ ട്രയൽ മേ ബി റിപ്പീറ്റബിൾ നേച്ചർ. ദ ഔട്ട്കം ഓഫ് ഈച്ച് ട്രയൽ വാരി ഫ്രം ഈച്ച് ട്രയൽ ടു ട്രയൽ. എന്ന് വെച്ചാൽ ഒരു എക്സ്പെരിമെൻറ്റ് അത് മോർ നമ്പർ ഓഫ് ഔട്ട്കം, അതായത് മോർ നമ്പർ ഓഫ് ടൈംസ് അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഓരോ തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ഔട്ട്കം ഇത് വരാം, ചേഞ്ച് ആയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ സ്വഭാവ സവിശേഷതയോടുകൂടിയ എക്സ്പെരിമെൻറ്റിനെ പറയുന്ന പേരാണ് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത സാമ്പിൾ പോയിന്റ്. യഥാർത്ഥത്തിൽ സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈവൻറ്റ് തന്നെയാണ് സാമ്പിൾ പോയിന്റ് എന്ന് പറയുന്നത്. കാരണം നേരത്തെ പറഞ്ഞു an event may be defined as each and every outcome of a random experiment is called a sample point or event. ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം. ഈ ഓരോ പോയിന്റിനും നമുക്കെന്ന് പറയാം സാമ്പിൾ പോയിന്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഓരോന്നിനും പോയിന്റിന് നമുക്ക് സാമ്പിൾ പോയിന്റ് അഥവാ ഈവൻറ്റ് എന്ന് കൂടി പറയാം. ഇനി സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ടോട്ടൽ ഔട്ട്കം ഓഫ് എ റാൻഡം എക്സ്പെരിമെൻറ്റ്. അതിനെയാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ, ഒറ്റ കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് കിട്ടുന്ന ഔട്ട്കം, കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്കം എന്ന് പറഞ്ഞാൽ ഹെഡോ അല്ലെങ്കിൽ ടെയിലോ ആണ്. അപ്പോൾ ആ ഹെഡിനെയും ടെയിലിനും ചേർത്ത് നമുക്ക് പറയാം ആകെ 2 ഔട്ട്കമാണ്, 2 ഈവൻ്റാണ് ആ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് സാധ്യതയുള്ളത്. അപ്പോൾ ആ രണ്ട് ഔട്ട്കമ്മിനെയും സാമ്പിൾ 2 ഔട്ട്കമ്മിനെയും 2 ഈവൻറ്റിനെയും കൂടി ചേർന്ന് പറയുന്നതാണ് സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഔട്ട്കമാണ് സാമ്പിൾ സ്പേസ്. ഈച്ച് ആൻഡ് എവറി ഔട്ട്കം, ഓരോ ഔട്ട്കമ്മിനെയും പറയുമ്പോൾ അത് സാമ്പിൾ പോയിന്റ് അല്ലെങ്കിൽ ഈവൻ്റ് എന്ന് പറയും. ഇനി ഈവൻറ്റിൽ തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് ഈവൻറ്റ്സ് നമുക്ക് തിയറി ക്വസ്റ്റ്യന് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രോബിലിറ്റി തിയറിയുമായി ബന്ധപ്പെട്ട് ഈവൻറ്റ് ഏതൊക്കെ തരത്തിൽ ഈവൻറ്റ് നമുക്ക് ഓരോന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് സിമ്പിൾ ഈവൻറ്റ്സ്, കോമ്പൗണ്ട് കോമ്പോസിറ്റ് ഈവൻറ്റ്സ്, ഷുവർ ഈവൻറ്റ്സ്, uncertain events, dependent events, independent events, അതുപോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്, അതുപോലെ എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്, അതുപോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്, അതുപോലെ ഇംപോസിബിൾ ഈവൻറ്റ്സ്. ഇതുപോലെ ഈവൻറ്റുകളെ ഡിഫറെൻറ്റ് ടൈപ്പിൽ നമുക്ക് പറയാം. ഓരോ ഈവൻറ്റിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം.
സിമ്പിൾ ഈവൻറ്റ് അല്ലെങ്കിൽ സിംഗിൾ ഈവൻറ്റ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ നമ്മുടെ ഔട്ട്കം ഓരോ സാമ്പിൾ പോയിന്റ് ആണ് ഇവൻറ്റ്. ആ ഇവൻറ്റ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഇവൻറ്റിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അതാണ് സിമ്പിൾ ഈവൻറ്റ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡോ ടെയിലോ കിട്ടുക എന്ന് പറഞ്ഞാൽ ഓരോ സാമ്പിൾ പോയിന്റിൽ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് സിമ്പിൾ ഈവൻറ്റ് എന്ന് പറയും. കോമ്പൗണ്ട് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഈവൻറ്റ് എന്ന് പറയുമ്പോൾ ഇതേ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ 2 കോയിനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ 2 കോയിനോ 3 കോയിനൊക്കെ ടോസ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഔട്ട്കം എഴുതുമ്പോൾ ഉദാഹരണം 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്കം എന്ന് പറയുന്നത് 4 ഈവൻറ്റ് അഥവാ 4 സാമ്പിൾ പോയിന്റുകളാണായിരിക്കും. ഹെഡ് കിട്ടാം, രണ്ടാം തവണ ഹെഡ് കിട്ടാം, ഹെഡോ ടെയിലോ കിട്ടാം, ടെയിലോ ഹെഡോ കിട്ടാം, ടെയിലോ ടെയിലോ കിട്ടാം. അപ്പോൾ ഒരു കോയിൻ നമുക്ക് 2 തവണ ടോസ് ചെയ്യുമ്പോഴോ അഥവാ 2 കോയിൻ ടോസ് ചെയ്യുമ്പോഴോ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഔട്ട്കം ഓരോന്ന് എഴുതുമ്പോൾ അതിൽ 2 എലമെൻ്റാണ് വരുന്നത്. ഒന്നിൽ കൂടുതൽ എലമെൻറ്റ് ഒരു ഈവൻറ്റിൽ വരുന്നുണ്ടെങ്കിൽ അതിനാണ് കോമ്പൗണ്ട് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഈവൻറ്റ് എന്ന് പറയുന്നത്. ഷുവർ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ വാക്കിൽ തന്നെ ഉണ്ട്. നമുക്ക് കിട്ടാൻ സാധ്യത ഉള്ള ഈവൻറ്റിനെ നമുക്ക് ഷുവറായിട്ട് നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ അതാണ് സെർട്ടൺ ഈവൻറ്റ് അല്ലെങ്കിൽ ഷുവർ ഈവൻറ്റ്. സെർട്ടൺ ഈവൻറ്റ് എന്ന് വേണ്ടി പറയാം. നമ്മളിപ്പോൾ ഒരു ബാഗിൽ റെഡ് കളറുള്ള ബോൾ ഒരു 10 എണ്ണം നമ്പർ ഇട്ടിട്ട് ബോൾ 1 അതായത് 10 ബോളിനെ നമ്മൾ എല്ലാം റെഡ് കളർ തന്നെയാണ്. നമ്മൾ R1 R2 R3 R4 R10 വരെ ബാഗിലിട്ടു. എന്നിട്ട് ആ ബാഗിൽ നിന്ന് നമ്മളൊരു ബോൾ ഡ്രോ ചെയ്യുമ്പോൾ ആ ബോളിൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എന്നാണ് ചോദിക്കണമെങ്കിൽ നമുക്കത് ഷുവർ ഈവൻ്റായിട്ട് പറയാം. കാരണം റെഡ് ബോൾ തന്നെയാണ് കിട്ടുക. അതിൽ അൺപ്രഡിക്ഷബിൾ നേച്ചർ എന്ന് പറയുന്നത് അതിൻ്റെ നമ്പറാണ്. R1 കിട്ടാം, R2 കിട്ടാം, R3 കിട്ടാം, R4 കിട്ടാം, R10 വരെയുള്ളത് ഏത് വരെയും കിട്ടാം. അപ്പോൾ അതാണ് ഷുവർ ഈവൻ്റ് അല്ലെങ്കിൽ സെർട്ടൺ ഈവൻറ്റ്. അൺസർട്ടൺ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പ്രഡിക്റ്റ് ചെയ്യാൻ പിന്നെ ഷുവർ ഈവൻ്റായിട്ട് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല. നമ്മൾ ഈ പറഞ്ഞ നമ്പറിൻ്റെ കാര്യത്തിൽ 10 വരെയുള്ള ബോളിൽ ഏത് ബോൾ വേണമെങ്കിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് അൺസർട്ടൺ ഈവൻറ്റ് എന്ന് പറയാം. ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ പ്രാവശ്യവും അതിൽ നിന്ന് ആ ട്രയൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നത്തെ ട്രയലിൽ കിട്ടിയ ഈവൻറ്റുമായിട്ട് അത് ബന്ധമുണ്ടോ ഇല്ലേ, അതാണ് ഡിപ്പെൻഡൻസ്. ഡിപ്പെൻഡൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഇറ്റ് ഈസ് ഡിപ്പെൻഡൻറ്റ് വിത്ത് അതർ. അപ്പോൾ ഒരു തവണ നമുക്ക് അതിൻ്റെ ഔട്ട്കം കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ തവണ വീണ്ടും അത് ട്രയൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ആദ്യം കിട്ടിയ ഔട്ട്കമ്മിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ രണ്ടാം തവണ നമുക്കതിനെ ഔട്ട്കം കിട്ടാൻ സാധ്യതയെ കുറിച്ച് പറയുന്നതെങ്കിൽ അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ബാഗിൽ നമ്മൾ റെഡ് കളറുള്ള 5 ബോൾ ഇട്ടു, വൈറ്റ് കളറുള്ള 4 ബോൾ ഇട്ടു. അതിൽ നമ്മൾ ഓരോ കൺസിക്യൂട്ടീവ് ആയിട്ട് ഓരോ ബോൾ ഡ്രോ ചെയ്യുമ്പോൾ നമുക്ക് ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ട്രയലിൽ കിട്ടുന്ന അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്ന ബോളിൻ്റെ കളർ തൊട്ട് മുന്നത്തെ കിട്ടിയ ബോളിൻ്റെ കളറിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാം അത് എന്താണ് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ്സ് ആണെന്ന് പറയാം. ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് ബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞാൽ കോയിൻ ടോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഡൈസ് ത്രോ ചെയ്യുക, പിന്നെ അതുപോലെ ചീട്ട് നമ്മൾ കാർഡ്സ് പാക്ക് ഓഫ് കാർഡ്സ് ആ കാർഡ്സ് നമുക്ക് ഡ്രോ ചെയ്യുക അല്ലെങ്കിൽ കാർഡ്സ് ഡ്രോ ചെയ്യുക. ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ അതൊക്കെ ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റാണ്. ഒരു ഈവൻറ്റ് മറ്റൊരു ഈവൻറ്റുമായിട്ട് റിലേറ്റഡ് അല്ല എന്നാണെങ്കിൽ അതിനെ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് കൂടുതൽ ആവശ്യം വരുന്നത് ആ ഈവൻറ്റിനെ നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം, പ്രത്യേകിച്ചും അതിൻ്റെ റൂൾസ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റിന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ ഒരു ഈവൻറ്റ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ള പ്രോബിളായിട്ടൊരു ഈവൻറ്റിനെ പറയുമ്പോൾ അതേ ട്രയലിലെ മറ്റ് ഈവൻറ്റിൻ്റെ സാധ്യതയെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടാണ് പ്രിവെൻറ്റ് ചെയ്തിട്ടാണ് വരണമെങ്കിൽ അതിനെയാണ് ഇത് പറയാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് കിട്ടാനുള്ള സാധ്യത, അതിൽ ഒരു കോയിനാണ് ടോസ് ചെയ്യണമെങ്കിൽ ആകെ 2 ഔട്ട്കമാണ്, ഹെഡോ അല്ലെങ്കിൽ ടെയിലോ. അപ്പോൾ 2 ഔട്ട്കമ്മിൽ ഒരു ഔട്ട്കമാണ് ഹെഡ് കിട്ടാനുള്ള സാധ്യത. അപ്പോൾ 1/2 എന്നാണ് നമ്മൾ അതിന് പറയും. അപ്പോൾ ആ ഹെഡ് കിട്ടുമ്പോൾ നമ്മൾ പറയുന്നത് അതിൽ ടെയില് ഒരേ സമയം ഹെഡും ടെയിലും കൂടി സംഭവിക്കാൻ സാധ്യത ഇല്ല. അപ്പോൾ ഒരു സാധ്യതയില്ലാതെയാക്കിയിട്ടാണ് മറ്റേ സാധ്യതയുടെ നമ്മൾ മാത്തമാറ്റിക്കൽ വ്യൂ പറയുന്നത്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കാർഡ് ഡ്രോ ചെയ്യുന്ന കേസിൽ കാർഡ്സ് പറയാം 4 ഗ്രൂപ്പാണ് അതിൽ കാർഡ്സ് വരാം. ആ കാർഡ് ഡ്രോ ചെയ്യുമ്പോൾ ഇപ്പോൾ കിങ് കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ക്വീൻ കിട്ടാനുള്ള സാധ്യത എന്നൊക്കെ പറയുമ്പോൾ ആ 4 ഗ്രൂപ്പിലും ഓരോ കാർഡ് കിങ്ങോ അല്ലെങ്കിൽ ക്യൂവിനൊക്കെയാണ് വരുന്നത്. ഇനി നമുക്കറിയാം അതിൻ്റെ എന്താ പറയുക ഡയമണ്ട്, ക്ലബ്സ്, ഹേർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കാർഡിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ കളറിനെ ബേസ് ചെയ്തിട്ട് റെഡ് കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമുക്ക് റെഡ് കളർ കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ ബ്ലാക്ക് കളർ കിട്ടാനുള്ള സാധ്യത എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റാണ്. ഇനി നേരെ മറിച്ച് നമുക്ക് എന്താ പറയുക ഓരോ ഗ്രൂപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഓരോ ഗ്രൂപ്പിൽ ഇപ്പോൾ ടീ കഴിക്കുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ കോഫി കഴിക്കുന്നവരുടെ എണ്ണം ആ ഗ്രൂപ്പിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ഗ്രൂപ്പിൽ ടീയും കോഫിയും കൂടി കഴിക്കുന്നവരുടെ എണ്ണം കോമൺ ആയിട്ട് ചിലപ്പോൾ വരും. അപ്പോൾ അതിനെ നമുക്ക് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ടീ കഴിക്കുന്നവരുടെ എണ്ണം നമ്മൾ പറയുമ്പോൾ ടീ മാത്രം കഴിക്കുന്നവരുടെ എണ്ണം ആയിട്ടല്ല പറയുന്നത്. ഒരു 50 പേരിൽ ടീ കഴിക്കുന്നവരുടെ എണ്ണം ഇത്രയാണെന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ 2, 3, 4 പേര് കോഫി കഴിക്കുന്നവരുണ്ടാകും.
ആ 50 പേർ അടങ്ങുന്ന ഗ്രൂപ്പിൽ ഇത്ര പേര് കോഫി കഴിക്കുന്നു, കോഫി മാത്രം കഴിക്കുന്നു എന്നല്ല, കോഫി കഴിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് പേരെങ്കിലും ടീ കഴിക്കുന്നവരുണ്ടാവും. അപ്പോൾ ആ ഗ്രൂപ്പിലെ 50 പേര് ടീയും കോഫിയും കൂടി കഴിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് അല്ല, കാരണം അത് രണ്ടും കൂടി സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയാൻ പറ്റും. എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ, എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഔട്ട്കം ഓഫ് എക്സ്പെരിമെൻറ്റ്. നേരത്തെ പറഞ്ഞാൽ സാമ്പിൾ സ്പേസ്. അപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ ടോട്ടൽ ഔട്ട്കം അല്ലെങ്കിൽ സാമ്പിൾ സ്പേസിന് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ഇവൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സ്വഭാവം കൂടി വരണം. ഒരേ സമയം ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിലെ ഒരു ഈവൻറ്റ് നമുക്ക് ലഭിക്കുമ്പോൾ അതേ ഈവൻറ്റിലെ അതേ ട്രയലിലെ മറ്റ് ഈവൻറ്റ് കിട്ടാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുന്ന ടൈപ്പിലുള്ള എക്സ്പെരിമെൻ്റ് ആവും വേണം. മാത്രമല്ല അതിലെ ടോട്ടൽ ഔട്ട്കം എത്രയാണെന്ന് പറയുമ്പോഴാണ് രണ്ട് സ്വഭാവം കൂടി വരുമ്പോഴാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സ്ക്ലൂസീവ് ഈവൻറ്റ് എന്ന് പറയുന്നത്. അവസാനത്തെ ഇമ്പോസിബിൾ ഈവൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പേരിൽ തന്നെ ഉണ്ട്. ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ഒരു ഈവൻറ്റ് കിട്ടാൻ സാധ്യത തീരെ ഇല്ല, നള്ളാണ് എങ്കിൽ അതിനെ നമ്മൾ ഇമ്പോസിബിൾ ഈവൻറ്റ് എന്ന് പറയും. ഇതാണ് ടൈപ്സ് ഓഫ് ഈവൻറ്റ് എന്ന് പറയുന്നത്. തിയറി ഓഫ് പ്രോബിലിറ്റിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഈവൻറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഇതിലെ ഓരോ ഈവൻറ്റും അതിലിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റൂളിലൊക്കെ പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ ഈവൻ്റ് ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഒരു അഡീഷണൽ റൂൾ വരുമ്പോഴാണ് നമുക്ക് അതിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് ആണോ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് അല്ലേ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഓരോ ഈവൻറ്റിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ വേണം, എന്താണ് ഓരോ ഈവൻറ്റും ഉദ്ദേശിക്കുന്നത്. പ്രോബിലിറ്റിയുടെ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുകയാണ്. പ്രോബിലിറ്റിയുടെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് ആണ് നമ്മൾ പറയുന്നത്. പ്രോബിലിറ്റിയുടെ നമ്മൾ തിയറി പഠിക്കുമ്പോൾ പ്രോബിലിറ്റിയിലെ 3 തരം അപ്രോച്ചാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിച്ചു വയ്ക്കേണ്ടത്. അതിൽ 3 അപ്രോച്ച് അല്ലെങ്കിൽ 3 ഡെഫിനിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ട് ആദ്യത്തെ ഡെഫിനേഷൻ പറയുന്നത് ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റി, രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റി, മൂന്നാമത്തെ ആക്സിയോമാറ്റിക് ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റി. അപ്പോൾ ഒരുപക്ഷെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാം, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു ദ തിയറി ഓഫ് പ്രോബിലിറ്റി അല്ലെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രോബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 3 ഡെഫിനേഷനും അല്ലെങ്കിൽ 3 അപ്രോച്ചിനെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കാം. ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റി, അതിൻ്റെ ഫസ്റ്റ് അപ്രോച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ അപ്രോച്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് അപ്രോച്ച് ഓഫ് തിയറി ഓഫ് പ്രോബിലിറ്റി. അതായത് പ്രോബിലിറ്റി തിയറിയിൽ ഏറ്റവും വൈഡായിട്ട് യൂസ് ചെയ്യുന്നതും ഏറ്റവും ട്രഡീഷണലായിട്ട് യൂസ് ചെയ്യുന്നതും കൂടുതൽ പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യുന്നതും ഈ ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റിയാണ്. അപ്പോൾ എന്താണ് ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റി പറയണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഈവൻറ്റ് നമ്മളത് പറയുമ്പോൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡോ ടെയിലോ കിട്ടാനുള്ള അതിൻ്റെ സാധ്യത പറയുമ്പോൾ അതിൻ്റെ ടോട്ടൽ ഔട്ട്കം എത്രയാണോ അതിൽ എത്ര ഔട്ട്കമാണ് നമ്മൾ പറയുന്ന ഫേവറബിൾ ചാൻസർ വരുന്നത്, അതാണ് അവിടെ പ്രോബിലിറ്റീനെ നമ്മൾ മാത്തമാറ്റിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ നേരത്തെ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോഴത്തെ കാര്യം പറഞ്ഞു, ഹെഡോ അല്ലെങ്കിൽ ടെയിലോ കിട്ടാം. ആ ഹെഡോ ടെയിലോ കിട്ടാനുള്ള സാധ്യതയിൽ നമുക്ക് എന്താണോ അതിൽ ചോദ്യം വരുന്നത്, ഇപ്പോൾ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് എന്നാണ് പറയണമെങ്കിൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്രയുണ്ട് എന്ന് മാത്തമാറ്റിക്കലായിട്ട് നമ്മൾ എന്ത് പറയണം, ഡിഫൈൻ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഡെഫിനേഷൻ ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഡെഫിനേഷനാണ്. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ പ്രകാരം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം ഓർ നമ്പർ ഓഫ് ഫേവറബിൾ ചാൻസസ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കം. അപ്പോൾ ഇതിൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് എന്ന് പറയുന്നത് എന്ത് പറയാം, ഒരു ചാൻസാണ് ഹെഡ് കിട്ടാനുള്ള സാധ്യത. ടോട്ടൽ 2 ചാൻസ് 2 ഈവൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 2 ഔട്ട്കമ്മിൽ ഒരു ഔട്ട്കമ്മിലാണ് ഹെഡ് കിട്ടാനുള്ള സാധ്യത. ഇങ്ങനെ മാത്തമാറ്റിക്കലായിട്ട് ഒരു ഈവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ അപ്രോച്ചിനെയാണ് ക്ലാസിക്കൽ ഡെഫിനേഷൻ. അപ്പോൾ ഒരുവിധം നമ്മളെല്ലാം ഈ മോഡ്യൂളിൽ നമ്മൾ വരുന്ന പ്രോബിലിറ്റിയുടെ ബേസ് ചെയ്ത് വരുന്ന കൂടുതൽ പ്രോബ്ലംസിലും നമ്മൾ പ്രോബിലിറ്റീനെ അവിടെ മാത്തമാറ്റിക്കൽ വ്യൂ ആണ്, മാത്തമാറ്റിക്കൽ ന്യൂമറിക്കൽ ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ്, ആ ഒരു അപ്രോച്ചിനെയാണ് ക്ലാസിക്കൽ ഡെഫിനേഷൻ. ഇപ്പോൾ 2 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ എഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ഹെഡ് കിട്ടാം, ഹെഡും ടെയിലും കിട്ടാം, ടെയിലും ഹെഡും കിട്ടാം, ടെയിലും കിട്ടാം. അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 1 ഹെഡ്, എക്സാക്ട്ലി 1 ഹെഡ്. അതായത് ഈ 4 ഔട്ട്കം ഉള്ളതിൽ കൃത്യം ഒരു ഹെഡ് കിട്ടാനുള്ള എത്ര ചാൻസ് ഉണ്ട്, കൃത്യം ഒരു ഹെഡ്, എക്സാക്ട്ലി 1 ഹെഡ് എന്ന് ഞാൻ പറയുമ്പോൾ ഒരു ഹെഡ് ഉള്ളത് മാത്രം പറയുമ്പോൾ ഇത് 2 ഹെഡ് ഉണ്ട്, അപ്പോൾ അത് കൺസിഡർ ചെയ്യാൻ പാടില്ല. അപ്പോൾ 2 ഈവൻറ്റിലാണ് എന്നുള്ളത് എക്സാക്ട്ലി 1 ഹെഡ് ഉള്ളത്. അപ്പോൾ 2/4 നമുക്ക് അതിൻ്റെ ആൻസർ വരും. ഇതേ ക്വസ്റ്റ്യൻ തന്നെ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. ഞാൻ ക്വസ്റ്റ്യൻ മാറ്റുന്നു, അറ്റ്ലീസ്റ്റ് 1 ഹെഡ്.
എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ അറിയാം, ആ 4 ഔട്ട്കമ്മിൽ ഒരു ഹെഡെങ്കിലും ഉള്ള എത്ര ഈവൻ്റ് ഉണ്ട്. ഒരു ഹെഡെങ്കിലും ഉള്ള ഈവൻ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹെഡുള്ള ഈവൻറ്റും കൂടി നമുക്ക് പരിഗണിക്കാം. ഒന്നോ അതിൽ കൂടുതലോ ഹെഡ് ഉള്ളത് എന്നാണ് അറ്റ്ലീസ്റ്റിൻ്റെ അർത്ഥം. ഗെറ്റിംഗ് 1 or more heads. അപ്പോൾ നമുക്ക് 3 ഈവൻറ്റിൽ നമുക്ക് എന്ത് പറയാം, ഒരു ഹെഡെങ്കിലും ഉള്ളതാണെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ആൻസർ വരെ 3/4 ആൻസർ വരും. അപ്പോൾ എക്സാക്ട്ലി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 1 ഹെഡ് എന്ന് പറയുന്നത് 2/4. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ അത് 3/4 റെപ്രസെൻറ്റ് ചെയ്യും. ഇനി ഇതുപോലെ 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ ഔട്ട്കം എഴുതുമ്പോൾ 3 ഹെഡ് വരാം, എച്ച് എച്ച് എച്ച്. അതുപോലെ 2 ഹെഡുള്ള എത്ര ഈവൻറ്റ് വരാം, അതുപോലെ 1 ഹെഡുള്ള എത്ര ഈവൻറ്റ് വരാം, ഹെഡൊന്നും ഇല്ലാത്ത എത്ര ഈവൻറ്റ് വരാം. അങ്ങനെ ഔട്ട്കം എഴുതാൻ പറ്റും. അപ്പോൾ എത്ര ഔട്ട്കം എഴുതാം എന്നുള്ളത് നമുക്ക് ഔട്ട്കമ്മിനെ എഴുതിയിട്ട് കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇതുപോലെ നമ്പർ ഓഫ് ട്രയൽസ് റിപ്പീറ്റ് ചെയ്ത് തോന്നും, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആ കോയിൻസ് 3 കോയിൻസ് 5 കോയിൻസ് 8 കോയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ എണ്ണം വരുമ്പോൾ അതിൽ നമുക്ക് ഔട്ട്കമ്മിനെ എഴുതി ചിലപ്പോൾ കണ്ടെത്താൻ പറ്റില്ല. അപ്പം നമുക്ക് അതിൻ്റെ ടെക്നിക്ക് ഉണ്ട്. പ്രോബിലിറ്റിയുടെ ടോട്ടൽ ഔട്ട്കം കണ്ടെത്താൻ നമുക്ക് R⁴n എന്നുള്ളൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. ടോട്ടൽ ഔട്ട്കം കിട്ടാൻ വേണ്ടി R⁴n എന്ന് പറഞ്ഞാൽ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡോ ടെയിലോ കിട്ടാം. അപ്പോൾ അതിൽ ആ ഹെഡോ ടെയിലോ കിട്ടാനുള്ള സാധ്യതയാണ് R എന്ന് പറയുന്നത്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ട്രയൽസ്. അപ്പോൾ എത്ര കോയിൻ ടോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ 3 കോയിൻ ടോസ് ചെയ്യുന്നുണ്ടെങ്കിൽ N നമുക്ക് 2⁵3 എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് 8. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 3 കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ ടോട്ടൽ ഔട്ട്കം എത്ര വരാം എന്നുള്ളത് നമുക്ക് എത്ര എഴുതാൻ പറ്റും. ഇതേപോലെ 8 ഈവൻറ്റിനെ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഈവൻറ്റിനെ എഴുതി നോക്കിയാലും നമുക്ക് 8 എന്ന് കിട്ടും, അല്ലെങ്കിൽ R⁴n എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഔട്ട്കം അതിൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിൽ ഔട്ട്കം വരും ഇതേപോലെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എക്സാക്ട്ലി 1 ഹെഡ് ചോദിക്കാം, എക്സാക്ട്ലി 2 ഹെഡ് എന്ന് ചോദിക്കാം, എക്സാക്ട്ലി 3 ഹെഡ്സ് എന്ന് ചോദിക്കാം, അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് ചോദിക്കാം, അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് എന്ന് ചോദിക്കാം, അറ്റ്മോസ്റ്റ് 1 ഹെഡ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നോ ഹെഡ് എന്ന് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ആ ഈവൻറ്റിനെ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതാൻ പറയുന്നതാണ് ആദ്യത്തെ ടൈപ്പ്, അതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിക്കൽ ഡെഫിനേഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനേഷൻ. അപ്പോൾ ക്ലാസിക്കൽ ഡെഫിനേഷൻ എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റി ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റിനെയാണ് ഫ്രീക്വൻസി ഡെഫിനേഷൻ എന്ന് കൂടി പറയും. ഇപ്പോൾ ഫ്രീക്വൻസി ഡെഫിനേഷൻ എന്ന് പറയാൻ കാരണം അതായത് നമ്മൾ ആ ഒരു ട്രയലിൽ നമ്മൾ ഈവൻറ്റിൻ്റെ ആ ചാൻസ് പ്രോബിലിറ്റി നമ്മൾ എഴുതുന്നത് അതിൻ്റെ ഫ്രീക്വൻസി നോക്കിയിട്ടാണ്. എന്ന് വെച്ചാൽ ട്രയൽ ടു ട്രയൽ, അതായത് നമ്പർ ഓഫ് ട്രയൽസ് വിൽ ബി ലാർജ്, ദ ഒക്കറൻസ് ദ ചാൻസ് ഓർ ലൈക്ലി ടു ഹാപ്പൻ ഓർ നോട്ട് ലൈക്ലി ടു ഹാപ്പൻ, അതിൻ്റെ ചാൻസ് വാരി ചെയ്യുന്നു എന്നുള്ളതാണ് ഫ്രീക്വൻസി ഡെഫിനേഷൻ പ്രകാരം പറയുന്നത്. അതായത് നമ്മളൊരു ട്രയൽ, ഇപ്പോൾ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ട്രയൽ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യുന്നതോറും അതിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ അത് കിട്ടാനുള്ള ചാൻസിനെ സക്സസ് എന്ന് പറയുന്നു, അത് കിട്ടാതിരിക്കാനുള്ള സാധ്യതയെ നമ്മൾ അതിൻ്റെ ഫെയിലിയർ എന്ന് പറയുന്നതും അത് എന്തായിട്ട് വരാം, മാറ്റം വരാം എന്നതാണ്. ഇപ്പോൾ കോയിൻ ടോസ് ചെയ്യുന്നത് നമുക്കറിയാം എന്തായാലും ഹെഡോ ടൈലോ കിട്ടുള്ളൂ. ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 1 മുതൽ 6 വരെയുള്ള റിസൾട്ടുകളാണ് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യണം, ആ ചാൻസുകളുടെ എന്തിലില്ല, അതിൻ്റെ റേഷ്യോയിൽ വ്യത്യാസമുണ്ട്, അതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. നേരെ മറിച്ച് ഇപ്പോൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്, നമ്മളൊരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ഒരു ബ്രെഡ് ഉണ്ടാക്കുകയാണ്. ബ്രെഡ് ഉണ്ടാക്കുമ്പോൾ ഒരു 10-15 എണ്ണം അടങ്ങുന്ന സൈസ് അടങ്ങുന്ന ഒരു പാക്കറ്റ്, ആ പാക്കറ്റിലെ ഡിഫക്റ്റീവ്സ്, അതിലെ കേടുള്ള ഡാമേജ് ആയിട്ടുള്ള അതിൻ്റെ എണ്ണം നമുക്കറിയാം. കൂടുതൽ എണ്ണം പാക്കറ്റ് സാമ്പിൾ നമുക്ക് എടുക്കും തോറും അതിൻ്റെ ഡിഫക്റ്റീവ്സിൻ്റെ നമ്പറൊക്കെ എന്ത് വരാം, ചേഞ്ച് ആയി വരാം. അതുപോലെ നമ്പർ ഓഫ് റോഡ് ആക്സിഡൻറ്റ്സ്, അതുപോലെ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് അറൈവിങ് ഇൻ എ സ്വിച്ച് ഏരിയ, അതുപോലെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിങ് ഇൻ എ സൂപ്പർ മാർക്കറ്റ്, ഇതൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊക്കെ ആ റേഷ്യോ മാറ്റം വരാമെന്നാണ്. ട്രയൽ കൂടുതൽ നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നതോറും അതിൻ്റെ ആ സക്സസ് അല്ലെങ്കിൽ ഫെയിലിയറിൻ്റെ നമ്പർ ഇതുവരെ മാറ്റം വരാം എന്നുള്ളതാണ് ഫ്രീക്വൻസി ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റിയിൽ പറയുന്നത്. ദെൻ മൂന്നാമത്തെ പറയുന്നത് ആക്സിയോമാറ്റിക് ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റിയാണ്. അത് സയൻറ്റിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡല്ല. ആക്സിയം എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് തന്നെ അസംഷൻസ് എന്നാണ്. ആക്സിയംസ് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ തിയറി പഠിക്കുമ്പോൾ ആ തിയറം എന്ന് പറയുന്നത് 2-3 അസംഷൻസ് ചിലപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ആ തിയറം പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആക്സിയോമാറ്റിക് ഡെഫിനേഷൻ എന്ന് പറയുമ്പോൾ ചില റാൻഡം എക്സ്പെരിമെൻറ്റിൽ ചില ഈവൻറ്റിൻ്റെ പ്രോബിലിറ്റി നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ, മാത്തമാറ്റിക്കൽ വ്യൂവിൽ നമുക്കത് മെഷർ ചെയ്യണമെങ്കിൽ അതിൽ ചില ആക്സിയംസ് കൺസിഡർ ചെയ്യേണ്ടി വരും. എന്ന് വെച്ചാൽ ചില അസംഷൻസിനെ ബേസ് ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആക്സിയോമാറ്റിക് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചില റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഈവൻറ്റിൻ്റെ ആ പ്രോബിലിറ്റി മെഷർ ചെയ്യുന്നത് ഏതിനെ ബേസ് ചെയ്തിട്ടാണ്, ആക്സിയംസിനെ ബേസ് ചെയ്തിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ആ അപ്രോച്ചിനെയാണ് ആക്സിയോമാറ്റിക് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ആർ ദി ഡിഫറെൻറ്റ് ഡെഫിനേഷൻസ് ഓഫ് പ്രോബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 3 ഡെഫിനേഷൻ പ്രകാരം നമ്മളതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻറ്റ് ഈക്വൽ ടു ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആ ഫേവറബിൾ ചാൻസസ്, നമ്പർ ഓഫ് ഫേവറബിൾ ചാൻസസ് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ്. അതിനെയാണ്
മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഡെഫിനിഷനെയാണ് എന്ന് പറയാം മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെഫിനിഷനാണ് ഫ്രീക്വൻസി ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് സക്സസ് ഓർ ഫെയിലിയർ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ചാൻസസ്. അപ്പോൾ അത് നമുക്ക് ആ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഓരോ ട്രയൽ റിപ്പീറ്റബിൾ ആണ്. ട്രയൽ ടു ട്രയൽ കൂടുതൽ ലാർജ് നമ്പർ ഓഫ് ട്രയൽസ് വരുമ്പോൾ അതിൻ്റെ റേഷ്യോ സക്സസോ ഫെയിലിയറോ ഇത് വരാം, മാറ്റം വരാം, കോൺസ്റ്റൻ്റ് അല്ല എന്നുള്ളതാണ് ഇത് ഫ്രീക്വൻസി ഡെഫിനിഷൻ. ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആക്ഷംസിനെ ബേസ് ചെയ്തിട്ട്, ചില അസംഷൻസിനെ ബേസ് ചെയ്തിട്ട് റാൻഡം എക്സ്പെരിമെൻറ്റിലെ ഈവൻറ്റിനെ നമ്മൾ ഇത് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ആക്സിയോമാറ്റിക് ഡെഫിനിഷൻ ഓഫ് പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടു പ്രോബിലിറ്റി. തിയറി ഓഫ് പ്രോബിലിറ്റിയിൽ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കിടക്കുകയാണ്. രണ്ട് മാത്തമാറ്റിക്കൽ ടൂൾസിനെ ടെക്നിക്സിനെയാണ് നമ്മൾ പ്രോബിലിറ്റിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ രണ്ടിനെയും നമ്മൾ മാത്തമാറ്റിക്കൽ ടെക്നിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ടൂൾസ് ആയിട്ട് ഉപയോഗിക്കുന്നു. അത് തിയറി ഓഫ് പ്രോബിലിറ്റിയിൽ ആ രണ്ട് ടൂളെ എങ്ങനെ അപ്ലൈ ചെയ്യും. അപ്പോൾ ആദ്യം നമ്മൾ പെർമ്യൂട്ടേഷനിലേക്ക് വരികയാണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാത്തമാറ്റിക്കൽ ടൂൾ യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമ്മൾ പെർമ്യൂട്ടേഷൻ്റെ ആ ഫോർമുല ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഏതൊരു എക്സാമ്പിൾ പറഞ്ഞ ഒരു വേർഡ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ട്രയാങ്കിൾ എന്നുള്ളൊരു വേർഡ്, ആ വേർഡിലെ ഓരോ ലെറ്ററും പരസ്പരം മാറ്റി 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 എഴുതി പുതിയ വേർഡ് എത്ര എണ്ണം പുതിയത് ഉണ്ടാക്കാൻ പറ്റും, അതാണ് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ 2450 എന്നുള്ളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2, 4, 5, 0 എന്നുള്ള ഓരോ ഡിജിറ്റും പരസ്പരം ചേഞ്ച് ചെയ്താൽ പുതിയ എത്ര നമ്പർ 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും, 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും, 2 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ 1 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പെർമ്യൂട്ടേഷൻ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് NPR = n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n - r ഫാക്ടോറിയൽ. അപ്പോൾ n ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡിജിറ്റ്സിനെയാണ് ഉദ്ദേശിക്കുന്നത്, ടോട്ടൽ നമ്പറിനെയാണ് ഉദ്ദേശിക്കുന്നത്. r എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എത്ര ക്രമം വെച്ചിട്ട്, ഇപ്പോൾ 3 ഡിജിറ്റ്സ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും, 2 ഡിജിറ്റ്സ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര ലെറ്ററുള്ള വേർഡ് ഉണ്ടാക്കാൻ പറ്റും, അതിനെയാണ് r ഉദ്ദേശിക്കുന്നത്. അങ്ങനെ NPR അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സിൻ്റെ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ദെൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ മാത്തമാറ്റിക്കൽ ടൂളാണ്. അത് നമ്പർ ഓഫ് സെലക്ഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോമ്പിനേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു കമ്മിറ്റി ഫോം ചെയ്യുമ്പോൾ ആ കമ്മിറ്റിയിൽ വിമൺ ഉണ്ടായിരിക്കണം, മെൻ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് എത്ര പേരെ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ 5 അംഗ കമ്മിറ്റിയാണ് ഉണ്ടാക്കണമെങ്കിൽ 5 അംഗ കമ്മിറ്റിയിലേക്ക് എത്ര മെൻ സെലക്ട് ചെയ്യണം, എത്ര വുമൺ സെലക്ട് ചെയ്യണം എന്നതല്ല നമ്പർ ഓഫ് സെലക്ഷൻ. ഇനി അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ, ക്ലാസ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ അതിന് ബോയ്സിൻ്റെയും അതുപോലെ ഗേൾസിൻ്റെയും നമ്പർ എത്ര എണ്ണം ഉണ്ടാവും, എത്ര പ്രതിനിധീകരിക്കണം, അതുപോലെ നമ്പർ ഓഫ് സെലക്ഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോമ്പിനേഷൻ ഉപയോഗിക്കുന്നത്. പ്രോബ്ലം നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കോമ്പിനേഷൻ്റെ റിസൾട്ട് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ കമ്മിറ്റി ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോമ്പിനേഷനിൽ നമ്മൾ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ടീം ഫോം ചെയ്യുന്നത് അതിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ കോമ്പിനേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല NCR = n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n - r ഫാക്ടോറിയൽ. ഈ രണ്ട് ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്പർ ഓഫ് സെലക്ഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ n എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ നമ്പർ തന്നെയാണ്. r എന്ന് പറയുന്നത് നമ്പർ ഓഫ് സെലക്ഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ 5 അംഗ കമ്മിറ്റിയാണ് ഉണ്ടാക്കണമെങ്കിൽ അതിലാകെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ 4 മെന്ന് 6 വുമൺ ആണ് അവൈലബിൾ ആയിട്ട് വെച്ചാൽ ആ 4ഉം 6നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ നമ്പർ എന്ന് ഉദ്ദേശിക്കുന്നത്. അതിൽ 5 അംഗ കമ്മിറ്റിയാണ് ഫോം ചെയ്യണമെങ്കിൽ ആ 5നെ ഉദ്ദേശിക്കുന്നതാണ് r ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് സെലക്ഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ. അപ്പോൾ കോമ്പിനേഷൻ്റെയും പെർമ്യൂട്ടേഷൻ്റെയും രണ്ട് മാത്തമാറ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെലക്ഷൻ അല്ലെങ്കിൽ എത്ര അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് പ്രോബിലിറ്റിയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒരു ഈവൻ്റ് ലൈക്ലി ടു ഹാപ്പൺ ഓർ നോട്ട് ലൈക്ലി ടു ഹാപ്പൺ അതിൻ്റെ നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രത്യേകത നമുക്ക് അതിൻ്റെ ഔട്ട്കമ്മിനെ സെപ്പറേറ്റ് എഴുതി നോക്കി അതിനെ കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനെ ഫോർമുല ഡയറക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഓർക്കേണ്ടത് പെർമ്യൂട്ടേഷനിൽ നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഒന്നുകിൽ വേർഡ് തന്നിട്ട് ആ വേർഡിൻ്റെ ലെറ്റർ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു നമ്പർ തന്ന് ആ നമ്പറിലെ ഡിജിറ്റ്സ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് എത്ര പുതിയ നമ്പർ ഉണ്ടാക്കാൻ പറ്റും, വേർഡ് ആണെങ്കിൽ ഇത്ര ലെറ്ററുള്ള വേർഡ് ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുമ്പോൾ പെർമ്യൂട്ടേഷൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യും. സെലക്ഷൻ എന്ന് പറയുന്നത് കമ്മിറ്റി ഗ്രൂപ്പൊക്കെ ഫോം ചെയ്യാൻ ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ കോമ്പിനേഷൻ്റെ ഫോർമുലയാണ് യൂസ് ചെയ്യേണ്ടത്. NCR എന്നുള്ള ഫോർമുല യൂസ് ചെയ്താൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്നുവെച്ചാൽ നമ്പർ ഓഫ് കോമ്പിനേഷൻ്റെ അതിൻ്റെ നമ്പർ ക്ലാസിക്കൽ ഡെഫിനിഷൻ അനുസരിച്ച് തന്നെ മാത്തമാറ്റിക്കൽ അപ്രോച്ച് അനുസരിച്ചുള്ള ആ ഫോർമുല ബേസ് നമ്പർ ഓഫ് ഫേവറബിൾ ചാൻസസ് ഡിവൈഡ് ബൈ ടോട്ടൽ ചാൻസസ് എന്നുള്ള നമ്പർ കിട്ടും. അങ്ങനെയാണ് പ്രോബിലിറ്റിയിൽ നമ്മൾ ഈ രണ്ട് മാത്തമാറ്റിക്കൽ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. പ്രോബിലിറ്റി തിയറിയിൽ നമ്മൾ റൂൾ ഓഫ് പ്രോബിലിറ്റിക്ക് കിടക്കുകയാണ്. അതായത് പ്രധാനമായിട്ട് 2 റൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അഡീഷൻ റൂൾ ഓഫ് പ്രോബിലിറ്റി, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബിലിറ്റി.
അതായത് ഒരു റാൻഡം എക്സ്പെരിമെൻറ്റിൽ ഈവൻ്റ് കിട്ടാനുള്ള ചാൻസസ് ടോട്ടൽ എത്ര ഈവൻറ്റിന് എത്ര ചാൻസ് ഉണ്ട്, അതിൻ്റെ അഡീഷൻ റൂൾ ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കിട്ടാനുള്ള ചാൻസ്, അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് എക്സാക്ട്ലി ആൻ ഈവൻറ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആൻ ഈവൻറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അതിൽ അപ്ലൈ ചെയ്യേണ്ടത് അഡീഷൻ റൂൾ ഓഫ് പ്രോബിലിറ്റിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ പ്രോബിലിറ്റി രണ്ട് റാൻഡം എക്സ്പെരിമെൻറ്റിലെ രണ്ട് ഈവൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു, എ ബി എന്നുള്ള രണ്ട് ഈവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നേ ചോദിക്കാൻ അവർ എ ഓർ ബി കിട്ടാനുള്ള സാധ്യത എത്രയാണ്. അപ്പോൾ അവിടെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അഡീഷൻ റൂൾ ഓഫ് പ്രോബിലിറ്റിയാണ് അപ്ലൈ ചെയ്യുന്നത്. അഡീഷൻ റൂളിൽ രണ്ട് റൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് ആണ് നമുക്ക് പ്രോബ്ലത്തിലെ റാൻഡം എക്സ്പെരിമെൻറ്റിൽ ആ ഈവൻ്റ് എങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈവൻ്റ് കിട്ടാനുള്ള സാധ്യത മറ്റ് ഈവൻ്റ് കിട്ടാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുന്നു എന്നാണ്. അവിടെ ജോയിൻ്റ് ആയിട്ട് ഒരേ സമയം രണ്ട് ഈവൻ്റുകൾ കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് പ്രത്യേകം ഓർക്കണം. അപ്പോൾ അങ്ങനെ ആദ്യത്തെ റൂളിൽ പറയുന്നത് അഡീഷൻ റൂളിലെ ആദ്യത്തെ റൂള് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് അല്ലാത്ത ഈവൻ്റുകളുടെ കേസുകളിൽ അപ്ലൈ ചെയ്യേണ്ട ഫോർമുലയാണ്. അവിടെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഓർ ബി, അതിനെ നമ്മൾ സെറ്റ് തിയറി ഉപയോഗിച്ചിട്ടാണ് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. യൂണിയൻ ഓഫ് ടു സെറ്റ്സ് എന്നുള്ള രീതിയിൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഓർ ബി, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. അവിടെ സിമ്പിളാണ്. എ കിട്ടാനുള്ള ഈവൻറ്റിൻ്റെ നമ്പറും ബി കിട്ടാനുള്ള ഈവൻറ്റിൻ്റെ നമ്പറും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ഓർ ബി കിട്ടാനുള്ള ചാൻസ് കിട്ടും. ഇതാണ് അഡീഷൻ റൂളിലെ ആദ്യത്തെ റൂള്. ഓർക്കണം, എ ആൻഡ് ബി ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ്സ്. രണ്ടാമത്തെ പറയുന്നത് വെച്ചാൽ എയും ബിയും കൂടി ഒരുമിച്ച് കിട്ടാനുള്ള സാധ്യത അതിന് വരും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ടീ കഴിക്കുന്നവരെണ്ണം കോഫി കഴിക്കുന്നവരെണ്ണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിൽ ഗ്രൂപ്പിൽ ഫോം ചെയ്യുമ്പോൾ അതിൽ പറയുമ്പോൾ സെലക്ഷൻ ചെയ്യുമ്പോൾ ടീയും കോഫിയും കഴിക്കുന്നവരുടെ എണ്ണം ഉണ്ട്, കോമൺ ആയിട്ടുണ്ട് എങ്കിൽ നമ്മൾ അതിനെ എക്സ്ക്ലൂഡ് ചെയ്യണം. ആ എക്സ്ക്ലൂഡ് ചെയ്താലാണ് എ ഓർ ബി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ് അല്ലാത്ത കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റ് എന്ന് പറയുമ്പോൾ ഒരേ സമയം രണ്ട് ഈവൻ്റ് കൂടി കിട്ടാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ ഫോർമുല അപ്ലൈ ചെയ്യണം. ദെൻ മ്യൂച്വലി എക്സ്ക്ലൂസീവിൻ്റെ അല്ലാത്ത കേസിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്നുള്ള ഫോർമുലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഫോർമുല ഉദ്ദേശിക്കുന്നത് എ കിട്ടാനുള്ള ഈവൻറ്റിൻ്റെ ചാൻസും ബി കിട്ടാനുള്ള ഈവൻ്റെ ചാൻസും കൂടി ആഡ് ചെയ്തിട്ട് എയും ബിയും കൂടി സംഭവിക്കാനുള്ള ചാൻസ് എത്രയുണ്ടോ അത് അതിന് ഒഴിവാക്കിയാലാണ് നമുക്ക് കിട്ടുക എ ഓർ ബി കിട്ടാനുള്ള ചാൻസ്. അപ്പോൾ ആദ്യത്തെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻറ്റിന് അപ്ലൈ ചെയ്യേണ്ട ഫോർമുലയാണ്. രണ്ടാമത്തെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻ്റ് അല്ലാത്ത കേസിൽ അപ്ലൈ ചെയ്യേണ്ട ഫോർമുലയാണ് രണ്ടാമത്തെ ഫോർമുല. ഇതാണ് രണ്ട് അഡീഷണൽ റൂള് അപ്ലൈ ചെയ്യേണ്ടത്. അഡീഷണൽ റൂൾ ഓഫ് പ്രോബിലിറ്റി. തിയറി ഓഫ് പ്രോബിലിറ്റിയിൽ നമ്മൾ രണ്ടാമത്തെ റൂൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഓഫ് പ്രോബിലിറ്റി എന്നാണ് പറയുന്നത്. അത് നമ്മൾ അഡീഷണൽ റൂൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് എക്സാം ബേസ്ഡ് ആയിട്ട് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യാനുള്ളതാണ്. സാധാരണ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത് ഡിപ്പെൻഡൻറ്റ് ഈവൻസിൻ്റെയും ഇൻഡിപെൻഡൻറ്റ് ഈവൻസിൻ്റെയും കേസിലാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പ്രോബ്ലത്തിലാണ് മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യുന്നത് ചോദിച്ചാൽ നമുക്ക് ആ പ്രോബിലിറ്റി ചോദിക്കുമ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത്, ഇപ്പോൾ ചിലപ്പോൾ എ ബി രണ്ട് ഈവൻറ്റിനെ പറയുന്നു, ആ എയും ബിയും കൂടി കിട്ടാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ റൂൾ ഉപയോഗിക്കണം. എ ഓർ ബി കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എ ഓർ ബി എന്നിവ ചോദിക്കുമ്പോൾ അഡീഷണൽ റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ റൂൾ അപ്ലൈ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നുണ്ടോ എ ഇൻ്റർസെക്ഷൻ ബി ആണ് ഉദ്ദേശിക്കുന്നത്. എ ഇൻ്റർസെക്ഷൻ സെറ്റ് തിയറിയിലെ ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്നാണ് അർത്ഥം. എയും ബിയും കൂടി കിട്ടാനുള്ള സാധ്യതയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആണോ ഡിപ്പെൻഡൻറ്റ് ഈവൻ്റ് ആണോ എന്ന് നമ്മൾ ആ ഈവൻറ്റിനെ ടെസ്റ്റ് ചെയ്യണം. ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഈവൻറ്റ് മറ്റൊരു ഈവൻറ്റിനെ നോട്ട് റിലേറ്റഡ് ആശ്രയിക്കുന്നില്ല എങ്കിൽ അത് നോട്ട് റിലേറ്റഡ് ആണെങ്കിൽ അത് ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ സിമ്പിളാണ്. എ കിട്ടാനുള്ള സാധ്യതയും ബി കിട്ടാനുള്ള സാധ്യതയും നമ്മൾ വെറുതെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എയും ബിയും കൂടി കിട്ടാനുള്ള സാധ്യതയും. ഇനി ഡിപ്പെൻഡൻറ്റ് ഈവൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ അർത്ഥം ഒരു ഈവൻറ്റ് അതിൻ്റെ സബ്സിക്യൂട്ടീവ് ആയിട്ടുള്ള വരുന്ന ഈവൻറ്റ് നമുക്ക് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഈവൻറ്റിന് ഡിപ്പെൻഡൻ്റ് ആണ് റിലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ തൊട്ട് മുന്നേ കിട്ടിയ ഈവൻറ്റ് അത് അടുത്ത ഈവൻറ്റിനെ കൂടി അത് ബാധിക്കുന്നു എന്നാണെങ്കിൽ അതിനാണ് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കണ്ടീഷണൽ പ്രോബിലിറ്റി എന്നുള്ള ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യണം. അപ്പോൾ കണ്ടീഷണൽ പ്രോബിലിറ്റി അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെയാണ് കണ്ടീഷണൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവിടെ കണ്ടീഷണലായിട്ട് നമുക്ക് അതിൻ്റെ ഈവൻറ്റിനെ പറയാൻ പറ്റും. കാരണം ആദ്യ ഈവൻറ്റിൻ്റെ നമുക്ക് കിട്ടിയ ചാൻസ് അത് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഈവൻറ്റിനെ അത് ബാധിക്കുന്നു, അത് റിലേറ്റഡ് ആണ്, ബന്ധമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഈവൻറ്റ് നമ്മൾ പറയുമ്പോൾ ആദ്യ ഈവൻറ്റിനെ കിട്ടാനുള്ള സാധ്യത അതിന് ഡിപ്പെൻഡൻ്റ്. അപ്പോൾ ആദ്യ ഈവൻറ്റിൽ ഇന്നതാണ് കിട്ടിയതെങ്കിൽ അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കണ്ടീഷനാണ്. ഇപ്പോൾ രണ്ട് ഈവൻറ്റിൻ്റെ കേസിലാകുമ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷനാണ് പറയേണ്ടി വരിക. ഒന്നുകിൽ എ ആണ് കിട്ടിയതെങ്കിൽ അടുത്തതിന് നമുക്ക് എയോ ബിയോ കിട്ടാനുള്ള സാധ്യത, അല്ലെങ്കിൽ ആദ്യം ബി ആണ് കിട്ടിയതെങ്കിൽ രണ്ടാമത് മൂന്നാമത് ചെയ്യുമ്പോൾ എയോ ബിയോ കിട്ടാനുള്ള സാധ്യത. അപ്പോൾ എ ആണ് നമുക്ക് ആദ്യം കിട്ടിയതെങ്കിൽ രണ്ടാമത് നമുക്ക് എയോ ബിയോ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ ആദ്യത്തെ എ ഇൻ്റർസെക്ഷൻ ബി കാണുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി
ഗിവൺ എ എന്നാണ് അതിന് വായിക്കുക. ഗിവൺ എ എന്ന് പറഞ്ഞ അർത്ഥം അവിടെ അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എ ആണ്. അപ്പോൾ എ ആണ് കിട്ടിയതെങ്കിൽ ബി കിട്ടാനുള്ള സാധ്യത ഇവിടെ നമ്മൾ എഴുതുന്നു. ഇൻറ്റു പി ഓഫ് എ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടും. രണ്ടാമത്തെ പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി. അപ്പോൾ അവിടെ നമ്മൾ കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ബി ആണ് അവിടുത്തെ കണ്ടീഷൻ. ബി ആണ് നമുക്ക് കിട്ടിയതെങ്കിൽ, ആദ്യ ട്രയലിൽ നമുക്ക് ബി ആണ് കിട്ടിയതെങ്കിൽ പിന്നെ എ കിട്ടാനുള്ള സാധ്യതയും ആദ്യ കണ്ടീഷനിൽ അതിൻ്റെ ആദ്യത്തെ ബി കിട്ടാനുള്ള സാധ്യതയും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടും. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ അത് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റിൻ്റെ കേസിലാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുക. അവിടെ എ ഇൻ്റർസെക്ഷൻ ബി, എയും ബിയും കൂടി കിട്ടാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഫോർമുലയിൽ ഏത് ഫോർമുല യൂസ് ചെയ്യും. അപ്പോൾ എക്സ്പെരിമെൻറ്റിൽ ആ ഈവൻറ്റ് ഡിപ്പെൻഡൻറ്റ് ഈവൻറ്റിനാണോ ഇൻഡിപെൻഡൻറ്റ് ഈവൻ്റ് ആണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ ഏത് ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാവും. ഇത്രയാണ് മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ വരും. തിയറി ഓഫ് പ്രോബബിലിറ്റിയിൽ നമ്മൾ മോഡ്യൂളിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് എടുക്കുകയാണ് ബേസ് തിയറം. വളരെ പ്രധാനപ്പെട്ട തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. എക്സ്പ്ലെയിൻ ബേസ് തിയറം എന്ന് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം അപ്ലൈ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടും പ്രോബ്ലം നമുക്ക് ചോദിക്കാൻ പറ്റും. അതായത് എന്താണ് ബേസ് തിയറം ഉദ്ദേശിക്കുന്നത്, ബേസ് തിയറം എങ്ങനെയാണ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്. ശരിക്കും ബേസ് തിയറത്തെ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്നാണ് അതിനെ പറയുന്നത്. ഇൻവേഴ്സ് പ്രോബബിലിറ്റി. അപ്പോൾ എന്താണ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് ചോദിച്ചാൽ സാധാരണ നമ്മൾ പ്രോബബിലിറ്റി തിയറി അപ്ലൈ ചെയ്യുമ്പോൾ അതിന് 3 അപ്രോച്ച് നമ്മൾ നേരത്തെ പരാമർശിച്ചുള്ള 3 ഡെഫിനിഷൻ പ്രകാരം പ്രോബബിലിറ്റി നമ്മൾ എഴുതുന്നത് അതിൻ്റെ മാത്തമാറ്റിക്കലോ സ്റ്റാറ്റിസ്റ്റിക്കലോ വ്യൂ ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് കേസസ് ടു ടോട്ടൽ കേസസ് ആയിട്ടാണ് നമ്മൾ അതിനെ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ മാത്തമാറ്റിക്കൽ വ്യൂ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അതിൻ്റെ റേഷ്യോ വെച്ചിട്ട് നമ്മൾ അത് എഴുതുന്നു. മൂന്നാമത്തെ ആക്ഷൻസ് വെച്ചിട്ടും നമുക്ക് അതിനെ എഴുതാം. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് ഈവൻറ്റിൻ്റെ പ്രോബബിലിറ്റിയാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ നമ്മൾ നമ്പർ ഓഫ് ഈവൻറ്റിനെ അല്ല ശരിക്കും എഴുതുന്നത്, നമ്പർ ഓഫ് കോസസ് ടു ഹാപ്പൺ ദ പർട്ടിക്കുലർ ഈവൻറ്റ്. എന്നുവെച്ചാൽ ആ ഈവൻറ്റ് സംഭവിക്കാനുള്ള അതിൻ്റെ കോസസിൻ്റെ ആ ചാൻസാണ് നമ്മൾ ബേസ് തിയറത്തിലൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2 ബോക്സ് B1 B2 എന്നുള്ള 2 ബോക്സിൽ നമ്മൾ റെഡ് കളർ വൈറ്റ് കളറുള്ള ഡിഫറെൻറ്റ് ബോളുകൾ 2 ബോക്സിലും. ഇപ്പോൾ വൈറ്റ് കളറും റെഡ് കളറുള്ള ബോളുകൾ ബോക്സ് 1ലും അതേ രണ്ടാമത്തെ ബോക്സിലും അതേ കളറുള്ള ബോളുകളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. 2 കളറുള്ള ബോളുകൾ B2 രണ്ടാമത്തെ ബോക്സിലും. ഇതിൽ പറയുന്നത് അതിലെ ഒരു ബോക്സ് ആദ്യം സെലക്ട് ചെയ്യും. ഇന്ന ബോക്സ് എന്ന് പറയുന്നില്ല, അതിൽ ഏതെങ്കിലും ഒരു ബോക്സ് സെലക്ട് ചെയ്തിട്ട് ആ സെലക്ട് ചെയ്ത ബോക്സിൽ നിന്ന് നമ്മളൊരു ബോൾ ഡ്രോ ചെയ്യും. ആ ഡ്രോ ചെയ്യുന്ന ബോളിൻ്റെ കളർ അവർ ക്വസ്റ്റിന് തരികയാണ്. അത് വൈറ്റ് ബോളാണ് അല്ലെങ്കിൽ റെഡ് ബോളാണ് എന്ന് പർട്ടിക്കുലറായിട്ട് സെർട്ടനായിട്ട് അവർ തരുന്നു. എന്നിട്ട് അവർ ചോദിക്കുന്നത് അങ്ങനെ ആ എടുക്കുന്ന ബോൾ വൈറ്റ് ബോൾ ആണെങ്കിൽ എന്നിട്ട് ആ ബോൾ എടുത്തത് രണ്ടാമത്തെ ബോക്സിൽ നിന്ന് ആവാനുള്ള ചാൻസ് അല്ലെങ്കിൽ ആ ബോൾ എടുത്തത് ഫസ്റ്റ് ബോക്സിൽ നിന്ന് ആവാനുള്ള ചാൻസ് എത്ര എന്നാണ് ചോദിക്കുന്നത്. അതാണ് ഇവിടെ ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ് പ്രോബബിലിറ്റിയിൽ നമ്പർ ഓഫ് ആ കോസസിൻ്റെ ആ പ്രോബബിലിറ്റിയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് അതിനെ ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവേഴ്സ് പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യുന്നത് ബേസ് തിയറം ഉപയോഗിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ പ്രസിദ്ധ ഈ സ്റ്റാറ്റിസ്റ്റീഷ്യനായിട്ടുള്ള ബേസ് എന്നുള്ളൊരു വ്യക്തിയാണ് ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഈ തിയറം ഈ റൂള് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ പോപ്പുലറായിട്ട് ബേസ് തിയറം എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബ്ലത്തിൽ നമുക്ക് ആ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിന് നമ്പർ ഓഫ് ഈവൻസിന് പകരം നമ്പർ ഓഫ് കോസസിനെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ അവിടെ ബേസ് തിയറമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്യേണ്ടി നമുക്ക് വരും. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഡ്രോ ചെയ്ത ബോൾ നമ്മൾ എ എന്നെടുക്കുകയാണെങ്കിൽ എ നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് പറയും ഫസ്റ്റ് ബോക്സിൽ നിന്ന് ആവാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഡ്രോ ചെയ്ത ബോൾ വൈറ്റ് ബോൾ തന്നെ അത് സെക്കൻഡ് ബോക്സിൽ നിന്ന് ആവാനുള്ള സാധ്യത. ഇതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ആ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ മൾട്ടിപ്ലിക്കേഷൻ റൂളിൽ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആദ്യ ബോക്സിൽ നിന്ന് വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത കാണും. ആദ്യ ബോക്സിൽ നിന്ന് വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് P of B1 given A. അതുപോലെ രണ്ടാമത്തെ ബോക്സിൽ നിന്ന് വൈറ്റ് ബോൾ കിട്ടാനുള്ള സാധ്യത P of B2 given A. ഈ കണ്ടീഷണൽ പ്രോബബിലിറ്റി അപ്ലൈ ചെയ്തിട്ട് അത് നമ്മൾ ബേസ് തിയറം എന്നുള്ള ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പർട്ടിക്കുലർ ഈവൻറ്റ് ആ കിട്ടാനുള്ള അതിൻ്റെ കോസസിൻ്റെ ചാൻസ് പ്രോബബിലിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നുകിൽ അതിൽ ക്വസ്റ്റ്യൻ വരിക ആ ഡ്രോ ചെയ്ത ബോൾ വൈറ്റ് ബോളാണ് എന്ന് സെർട്ടനായിട്ട് ഒരു തരികയാണ്. ആ ഡ്രോ ചെയ്ത ബോൾ വൈറ്റ് ബോളാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ അതിനെ എ എന്ന് പറയുന്ന നമ്മൾ സിമ്പിൾ വാല്യൂ ഉപയോഗിക്കുന്നത്. B1 B2 എന്ന് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2 ബോക്സിന് 2 ബാഗിനെയാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഒന്നുകിൽ പറയാം ആ ബോൾ ഡ്രോ ചെയ്ത് വൈറ്റ് ബോളാണ് എങ്കിൽ അത് ഫസ്റ്റ് ബോക്സിന് ആവാനുള്ള സാധ്യത എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയണം അത് ബേസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷനാണ്. ഇനി ഫസ്റ്റ് ബോക്സിന് സെക്കൻഡ് ബോക്സിന് ആവാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഫോർമുലയിൽ കണ്ടുപിടിക്കേണ്ടത് മാത്രമേ മാറുന്നുള്ളൂ. P of A given B1 എന്ന് വരും രണ്ടാമത്തെ ബോക്സിനാണ് ചോദിക്കുന്നതെങ്കിൽ P of A given B2 എന്നുള്ള സാധ്യത നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഇതിൻ്റെ ഇൻവേഴ്സ് പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് A given B1 എന്ന് പറയുമ്പോൾ അതിനെയാണ് നമ്മൾ P of B1 given A എന്ന് പറയുന്നത്. P of A given B2 എന്ന് പറയുന്നതിനെയാണ് P of B2 given A എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻവേഴ്സ് പ്രോബബിലിറ്റി വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ബേസ് തിയറം അപ്ലൈ ചെയ്യുന്നത്.
ഇതാണ് ബേസ് തിയറത്തിനെ പറ്റി നമ്മൾ